ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അലോ സൺസ്ക്രീൻ ആണ്. അതായത് ഫോറെവറിൻ്റെ അലോ സൺസ്ക്രീൻ SPF 30. SPF എന്ന് പറയുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ വിത്തൗട്ട് സൺസ്ക്രീൻ നമ്മൾ നേരിട്ട് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു UVR റൈസ് കാരണം നമ്മളെ സ്കിന്ന് വളരെയധികം ഡാമേജ്ഡ് ആവാനും ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. UVR മീൻസ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഫോറെവറിൻ്റെ അലോ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് 30% ആ സ്കിന്നിൻ്റെ സണ്ണിൻ്റെ ലൈറ്റിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നുണ്ട്. സോ നമ്മുടെ ഫോറെവറിൻ്റെ അലോ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള SPF 30 എന്ന് പറയുന്നത് നമ്മളെ എന്താ പറയുക, ഈ ഒരു സൺലൈറ്റിൻ്റെ ഹാംഫുൾ എഫക്റ്റിൽ നിന്നും ലോങ് ടൈമായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലുള്ള SPF 30 എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ 97% UVA ആൻഡ് UVB കിരണങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന പ്യുവർ അലോവേര ജെൽ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ആക്കി വെക്കുകയും ചെയ്യുന്നു. അലോ സൺസ്ക്രീനിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ നമ്മുടെ ഡാമേജ്ഡ് സെൽസിനെ റിപ്പയർ ചെയ്തിട്ട് ന്യൂട്രീഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ സിങ്ക് ഓക്സൈഡ് നമ്മുടെ സ്കിന്നിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിലായിട്ട് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ട് സണ്ണിൻ്റെ കിരണങ്ങൾ ഡയറക്റ്റ് കടക്കാതെ സംരക്ഷിക്കുന്നു. വയലറ്റ് രശ്മികൾ കാരണം നമ്മുടെ സ്കിൻ സെൽസിലെ DNA വരെ ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സൺസ്ക്രീൻ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഏജ് ആകുന്നതിന് മുൻപുണ്ടാകുന്ന സ്കിൻ ഏജിങ്ങിൽ നിന്നും സംരക്ഷിക്കാനും ഈ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് സ്കിൻ ടോണിനെ ഈവനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൺ എക്സ്പോസ് കാരണം ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ടാൻ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. ഒരു 80 മിനിറ്റ്സ് വരെയൊക്കെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എന്തെന്ന് വെച്ചാൽ ഒരു 80 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇത് വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സൂര്യകിരണം കാരണം ഉണ്ടാകുന്ന സ്കിൻ ഡാമേജിനെ റിപ്പയർ ചെയ്യുകയും കൂടെ തന്നെ സ്കിന്നിനെ മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ടാകും. സോ ഈ ക്ലോറിനിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സൺസ്ക്രീൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഈ സ്പോർട്സ് പ്ലേയേഴ്സ് അതുപോലെ സൈറ്റ് വർക്കേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് എപ്പോഴും സണ്ണിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും സ്കിന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അലോ സൺസ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളെ ഫേസ് അതുപോലെ തന്നെ നമ്മളെ സണ്ണിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന ഏരിയാസൊക്കെ ഒരു ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് 15 മിനിറ്റ് മുമ്പായിട്ട് 2 ഫിംഗറിലെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ കയ്യിലും കാലിലും എല്ലാവിടെയും അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാ 2 മണിക്കൂറിന് ശേഷവും നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 80 മിനിറ്റ്സിന് ശേഷം വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം നമ്മളുടെ അലോ സൺസ്ക്രീനിൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ വേറെ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബാരിയർ തന്നെയാണ്. ഒരു അലോ സൺസ്ക്രീൻ എന്ന് പറയുന്നത് 6 മന്ത്സ് മുതലുള്ള ബേബീസിന് തൊട്ട് റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിന്ന് നല്ല യങ് ആയിരിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇതൊരിക്കലും മേക്കപ്പ് പ്രോഡക്റ്റ് അല്ല, നമ്മളെ സ്കിൻ കെയറിൽ ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ഹാവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഏതൊരു സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഫോറെവറിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു അലോ സൺസ്ക്രീൻ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.